ഇനി പാകിസ്ഥാന്റെ നീക്കങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് സായ് കുമാർ നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് സായ് കുമാർ. ലോകം മുഴുവൻ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ലഷ്കർ തലവൻ ഹാഫിസ് സയ്യിദിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ച പാകിസ്ഥാന്റെ നീക്കമാണ്. ദേശീയ മാധ്യമങ്ങളടക്കം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് പാകിസ്ഥാൻ സൈന്യം, ISI, ലഷ്കർ എ തൊയ്ബ ഈ സംഘടനകൾ എല്ലാം ചേർന്നുകൊണ്ട് നല്ല സുരക്ഷിതനാക്കി വെച്ചിരിക്കുകയാണ് ഹാഫിസ് സയ്യിദിനെ. രാജ്യത്തിന്റെ തലവനോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ അല്ല, ഭീകര നേതാവിനെ, ഏറ്റവും വലിയ കൊടും ഭീകരനെ ഇത്രമാത്രം പൊതിഞ്ഞു പിടിക്കുന്ന പാകിസ്ഥാൻ കൊടുക്കുന്ന സന്ദേശം എന്താണ്? വലിയ തിരിച്ചടി ഉണ്ടാകും. അത് ഹാഫിസ് സയ്യിദിനെ തീർക്കാൻ തന്നെ ആയിരിക്കുമെന്ന് പാകിസ്ഥാൻ ഭയന്നു എന്നതിന്റെ സൂചന തന്നെയല്ലേ സായ് കുമാർ ഇത്? തീർച്ചയായും സുജിയ, ഹാഫിസ് സയ്യിദിലേക്ക് ഏതു വിധേനയും എത്താൻ ഇന്ത്യ ശ്രമിക്കും എന്നുള്ള ഒരു ആശങ്ക പാകിസ്ഥാന് തുടക്കഘട്ടം മുതലുണ്ട്. ഈ ഒരു ഭീകരാക്രമണത്തിന് പിന്നിൽ ലഷ്കർ എ തൊയ്ബ അല്ല എന്നവർ ആവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പക്ഷേ ഇന്ത്യ ഇത് കൃത്യമായി, ഇത് ലഷ്കർ എ തൊയ്ബയ്ക്ക് പങ്കുണ്ട്, അതിൽ ഇടപെട്ടിട്ടുള്ള സംഘടന എന്നുള്ളത് ലഷ്കർ എ തൊയ്ബയുടെ ഒരു കീഴിലുള്ള സംഘടന തന്നെയാണ് എന്ന് ഇന്ത്യ ഉറപ്പിച്ചു പറയുന്നു. പക്ഷേ പാകിസ്ഥാൻ ആവർത്തിച്ച് പറയുന്നത് തെളിവുകളില്ലാതെയാണ് ഇന്ത്യയുടെ ആരോപണം എന്നാണ്. ഏതായാലും ഹാഫിസ് സയ്യിദ് ഇപ്പോൾ പാകിസ്ഥാൻ ജയിലിലാണ് എന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത്. പക്ഷേ അവിടെ അദ്ദേഹം VIP പരിഗണനയിൽ എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി ജീവിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ അദ്ദേഹം താമസിക്കുന്ന ഇടത്ത് കിലോമീറ്ററുകളോളം നീളത്തിൽ വലിയ സുരക്ഷാ സന്നാഹം പാകിസ്ഥാൻ ഒരുക്കിയിരിക്കുകയാണ്. ഏതെങ്കിലും വിധത്തിൽ ഇന്ത്യൻ സുരക്ഷാ സേനയുടെ കണ്ണ് അങ്ങോട്ടേക്ക് എത്താത്ത വിധത്തിൽ അദ്ദേഹത്തെ എല്ലാ തരത്തിലും സംരക്ഷിക്കും എന്ന് പാകിസ്ഥാൻ ഉറപ്പിച്ചു പറയുന്നു. അതിനുള്ള നടപടികൾ അവർ നീക്കുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സംരക്ഷണയുണ്ട്. കിലോമീറ്ററുകൾ ദൂരത്തിൽ CCTV ക്യാമറകളുണ്ട്. അദ്ദേഹത്തിന് നിസ്കരിക്കാനുള്ള ഇടങ്ങളുണ്ട്. അങ്ങനെ ജയിലിലാണെങ്കിലും എല്ലാ തരത്തിലുമുള്ള VIP പരിഗണനയോടുകൂടി ഹാഫിസ് സയ്യിദിനെ ഇപ്പോൾ സംരക്ഷിക്കുകയാണ് പാകിസ്ഥാൻ. അത് തന്നെ അവർ ലോകത്തിന് നൽകുന്നൊരു സന്ദേശം. എത്രമാത്രം ഈ ആക്രമണങ്ങളിൽ, ഭീകരാക്രമണങ്ങളിൽ പങ്കില്ല എന്ന് പറഞ്ഞാൽ പോലും കൊടും ഭീകരൻ എന്ന് ലോകം വിലയിരുത്തിയ ഒരാളെ എന്തിനിങ്ങനെ സംരക്ഷിക്കുന്നു എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത്. സ്വാഭാവികമായും അവർ ആശങ്കപ്പെടുന്നത് ഏതെങ്കിലും വിധത്തിൽ ഇന്ത്യൻ സേനയുടെ കണ്ണിൽ ഹാഫിസ് സയ്യിദിനെ കിട്ടിയാൽ അവർ ഉറപ്പായും അദ്ദേഹത്തെ വധിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെ ഇന്ത്യക്ക് വിട്ടുകൊടുക്കാൻ ഹാഫിസ് സയ്യിദിനെ തങ്ങൾ തരില്ല എന്നുള്ള ഒരു സന്ദേശം തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന ഈ VIP പരിഗണനയിലൂടെ നമുക്ക് കാണുന്നത്. സുജയ, എന്തായാലും പാകിസ്ഥാൻ ആകെ വിരളി പിടിച്ചൊരു അവസ്ഥയിൽ തന്നെയാണ്. ഏത് വിധേനയും ഏത് ഭാഗത്ത് നിന്ന് ഇന്ത്യയുടെ ഒരു മറുപടി ഇപ്പോൾ വരും എന്ന കാര്യത്തിൽ അവർക്കൊരു വ്യക്തതയില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെങ്കിൽ, ഭരണകൂടമാണെങ്കിൽ സൈനിക വിഭാഗങ്ങൾക്ക് എല്ലാ തരത്തിലുമുള്ള അധികാരം തിരിച്ചടിക്ക് നൽകിക്കഴിഞ്ഞു. സൈനിക വിഭാഗങ്ങളാണെങ്കിൽ ഓരോ ഇടത്ത് പോയി അവരുടെ പരീക്ഷണങ്ങൾ നടത്തുന്നു. പാകിസ്ഥാനെ സംബന്ധിച്ച് ഏത് രീതിയിൽ ഒരു തിരിച്ചടി അത് എപ്പോൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട്. ഇന്നലെ തന്നെ അവരുടെ മന്ത്രി പറഞ്ഞത് ഏത് നിമിഷവും ഇന്ത്യക്ക് ഇങ്ങോട്ടേക്ക് അടിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അവർ തന്നെ ജുഡീഷ്യറിയും അവർ തന്നെ ആരാച്ചാരുമാകുന്നൊരു സാഹചര്യമാണ് എന്ന തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകൾ ഇന്ത്യക്ക് നേരെ നടത്തുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്നത് വാഗ അതിർത്തി വഴി ഇന്ത്യയിലുള്ള പാകിസ്ഥാൻ പൗരന്മാരെ പോലും അവർ അങ്ങോട്ടേക്ക് കടത്തിവിടാത്തൊരു സാഹചര്യമാണുള്ളത്. അപ്പോൾ എല്ലാ തരത്തിലും, അതായത് സായ്കുമാർ, ഒറ്റ വാചകത്തിൽ നമ്മളതിനെ സംഗ്രഹിച്ചാൽ ഇന്ത്യയെ ഭയപ്പെടുന്നു പാകിസ്ഥാൻ. ആ ഭയം തന്നെയാണ് പാകിസ്ഥാനെ ഇല്ലാതാക്കാൻ പോകുന്നത്. ആ ഭയപ്പെടുത്തൽ അത് നല്ല രീതിയിൽ തന്നെ നമ്മുടെ സേനാ വിഭാഗങ്ങളും ഭരണ നേതൃത്വവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ തുടർ നീക്കങ്ങൾക്കായി വീണ്ടും എത്താം നമുക്ക് സായ്കുമാറിലേക്കും ആദിൽ പാലോഡിലേക്കും PR സുനിലിലേക്കും.